ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് കല്യാണത്തിന് പോകുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണം കഴക്കൂട്ടത്തായിരുന്നു. അങ്ങനെ ബസ്സിലാണ് കേട്ടോ പോയത്. ചെന്ന പാടെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഫുൾ തിരക്കായിരുന്നു അവിടെ. ചായയും കടിയും അങ്ങനത്തെ കുറച്ച് തിരക്കായിരുന്നു. ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് അത്ര കുടിച്ചിട്ടുള്ളായിരുന്നു ഞാൻ. സത്യം പിന്നെ അത് മാത്രമേ കിട്ടിയുള്ളൂ. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഫുൾ ലൈറ്റ് സെറ്റിങ്ങും സോങ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം ഗ്രാൻഡ് പാർട്ടിയായിരുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ നമ്മളെ ബ്രൈഡ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചെറുക്കൻ്റെ എൻട്രി ആയിരുന്നു. അത് അത്യാവശ്യം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിന് പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു. അതും അത്യാവശ്യം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി തന്നെയായിരുന്നു. കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത്, ഈ തള്ളി കയറി പോകുന്നത് നമ്മുടെ ഫുഡ് കഴിക്കാനാണ് ഗൈസ്. അതാണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ ബൊഫേ ആയിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ പ്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മേടിച്ച് പൊറോട്ട, പിന്നെ പത്തിരി, പിന്നെ ഇടിയപ്പം, പിന്നെ എന്തൊക്കെ കറികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇത് ചിക്കൻ കറി ഞാൻ മേടിച്ചു, മട്ടൻ കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും മേടിച്ചു. പിന്നെ മേടിച്ചത് ഫിഷാണ്. എന്തൊക്കെ വെറൈറ്റി ഫിഷൊക്കെയാണ്. അങ്ങനെ ഇതിൽ നിന്നൊരു ഫിഷും കൂടി മേടിച്ചു. പിന്നെ ഇതൊന്നും പോരാനായിട്ട് ഞാൻ കുറച്ച് മട്ടൻ ബിരിയാണി കൂടെ മേടിച്ചേട്ടോ. എന്തോ അത് കണ്ടപ്പോൾ അതും കൂടെ വാങ്ങാൻ തോന്നി. പിന്നെ അതും കൂടെ അങ്ങ് മേടിച്ചു. എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാം വാങ്ങണമെന്ന് തോന്നി കേട്ടോ. എന്താണെന്നറിയില്ല. പിന്നെ കഴിക്കാൻ എടുത്തപ്പോഴാണ് ഇതെല്ലാം ഞാൻ കഴിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എല്ലാത്തിൽ നിന്നും കുറച്ചായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിച്ചു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. പിന്നെ ആ പത്തിരി അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒന്നും പറയാനില്ലായിരുന്നു. ഈ മട്ടൻ ബിരിയാണിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിച്ചു. പിന്നെ അവിടെ തന്നെ ഇതൊന്നും അല്ലാതെ ഷവായ ഉണ്ടായിരുന്നു. പിന്നെ മന്തിയൊക്കെ വെറൈറ്റി മന്തികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. മറ്റേ പാസ്ത, നൂഡിൽസ്, അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട് സലാഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഡെസേർട്ടിൻ്റെ സെക്ഷനാണ്. ഇതിൽ കുനാഫ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചീസി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ലായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഒരു ആവറേജ് ടേസ്റ്റായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഞാൻ രസഗുള മേടിച്ചിട്ടുണ്ടായിരുന്നു. രസഗുള അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഈ 2 പേസ്ട്രീസ് അത് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതും ഐസ്ക്രീമും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഫുഡ് അടി ഇതൊക്കെയായിരുന്നു. വൈകിട്ടൊരു 3 മണിക്കൊക്കെ ആയിരുന്നു ഫങ്ഷൻ. പിന്നെ